ശ്രീ പദ്ധതിയിൽ സർക്കാർ നിലപാട് വൈകുന്നതിനിടെ വിമർശനം ശക്തമാക്കി പ്രതിപക്ഷം. UDF സർക്കാർ ആടിനെ പട്ടിയാക്കുന്നുവെന്നും തൊടുന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് നീക്കമെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. പദ്ധതിയിൽ സർക്കാർ നിലപാട് സംശയാസ്പദമെന്ന് SFI. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്. വിഷയത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനാകില്ലെന്നും കഴിഞ്ഞ LDF സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ട് ഫണ്ട് വാങ്ങിയതാണെന്നുമാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീന്റെ പ്രതികരണം. തൊടുന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. കേരളം ഇതുവരെ പദ്ധതി ആരംഭിച്ചില്ലെന്നും നയാ പൈസ വാങ്ങിയിട്ടില്ലെന്നും V ശിവൻകുട്ടി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയവും ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയവുമാണ് ഇവർ സ്വീകരിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളയുടെ 92,41,00,000 രൂപയാണ് നമുക്ക് ലഭിച്ചത്. അത് PMC ഫണ്ട് അല്ല. ഇത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം മാൻഡേറ്റ് ആയിട്ട് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട ഫണ്ടാണ്. പദ്ധതിയിൽ സർക്കാർ നിലപാട് സംശയാസ്പദമെന്ന് SFI. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാവില്ലെന്ന് LDF സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നതാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതോടൊപ്പം UDF നേതാക്കന്മാരും സൗകര്യപൂർവ്വം മറക്കുന്ന ചില ഒരു കാര്യമുള്ളത്, ആ സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. സർക്കാരിൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് സംശയാസ്പദമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് സംശയാസ്പദമാണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് വന്ന് വൻതോതിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നതെന്ന് കാണുമ്പോഴാണ് PM സലാമിനെ പോലുള്ള ആളുകൾ ഇറങ്ങി വന്നത്. രണ്ടാം പിണറായി സർക്കാർ ഏറെ പഴികേട്ട വിഷയമായ PM ശ്രീയിൽ പുതിയ സർക്കാരിന്റെ നീക്കങ്ങളെ പ്രതിപക്ഷം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.